ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ആരോടും പറയാതെ നമ്മുടെ ലാലിച്ചൻ നേരെ പോയിരിക്കുന്നത് തന്റെ വീട്ടിലേക്ക് തന്നെയാട്ടോ. ആൽബർട്ടിനെ ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. എപ്പോഴും അപ്പച്ചൻ വഴിയുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അപ്പൊ നേരിട്ട് പോയിട്ട് അവരുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ തന്നെ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ലാലിച്ചൻ കേട്ടോ. ലാലിച്ചൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും രണ്ടനിയന്മാരും ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലിച്ചന്റെ മുമ്പിൽ. ലാലിച്ചൻ പറയേണ്ടതേ, നിങ്ങളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വരുന്നില്ല, അതുപോലെ തന്നെ നിങ്ങളും എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവിടേക്ക് വരരുത്. ഇത് കേൾക്കുന്ന ആൽബർട്ട് പറയണ്ട്, ഏട്ടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഏട്ടന ഒരു ഭാര്യയും അതില് 3 കുട്ടികളുണ്ട്. അവരുടെ ഭാവിനെ കുറിച്ച് ഏട്ടനെ ആലോചിച്ചിട്ടുണ്ടോ? ഏട്ടന 10-23 വർഷം മുമ്പ് ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ ഒരു സ്ത്രീയുടെ വളർന്നു വലുതായി ഇപ്പൊ 10-23 വയസ്സുമായി. ഇതറിയുമ്പോഴേക്കും ഏട്ടന്റെ മക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് ലാലിച്ചനൊന്നും മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോണം. നോക്ക്, എന്റെ മോളെ എനിക്കങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് റോബർട്ട് പറയണ്ട്, അല്ല ലാലിച്ച, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടനോട്. അല്ല, ഈ പറയുന്ന അലീന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ആ പെൺകുട്ടിയുടെ നാളെ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കെട്ടിച്ചു വിടുമ്പോഴോ അവര് പറയില്ലേ അവിഹിത സന്തതി ഇതിലുണ്ടായതാണെന്ന്? അവരും കുറ്റപ്പെടുത്തില്ല അവളെ. ചേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും അവിഹിതത്തിലുണ്ടായ കുഞ്ഞ് അവിഹിത കുഞ്ഞ് തന്നെയാണെന്നാണ് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പറയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അതെല്ലാം കേട്ട് ലാലിച്ചന് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അനിയന്മാര് പറഞ്ഞതിലും ഏറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ ലാലിച്ചന് മനസ്സിലാവാട്ടോ. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയാണ്. ശേഷം അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ഒന്നും മിണ്ടാതെ. പിന്നീട് പോണത് നമ്മുടെ റീത്താമ്മയുടെ അടുത്തേക്കാണ്. റീത്താമ്മയുടെ പറയണ്ട, നിങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം തന്നെ ഞാൻ തരുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പറയുന്ന പൈസ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ TV ആയിട്ടോ അതുപോലെ തന്നെ ഫോണായിട്ടോ കാറായിട്ടോ വീടായിട്ടോ അങ്ങനെ സ്റ്റാൻലി ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ഇനി തരാനും റെഡിയാണ്. പക്ഷെ എന്റെ കുടുംബത്തിലേക്ക് ഇനി നിങ്ങൾ കൈകടത്താൻ വേണ്ടി നോക്കരുത്. നോക്ക്, എന്റെ ഭാര്യയുടെയും 3 കുട്ടികളുടെയും ആ ഒരു കടിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണെന്ന് എനിക്കറിയാം. അതുപോലെ എന്റെ ഇപ്പത്തെ മകളുടെ നിങ്ങൾ ആ രീതിയിൽ കാണാൻ വേണ്ടി നിൽക്കരുത്. അവളുടെ അടുത്ത് നിങ്ങളുടെ ഈ അഹങ്കാര വർത്തനമായിട്ട് നീ വരരുത്, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി റീത്തമ്മനെയും പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ബബിതയുടെ ജീവിതം വഴിയാധാരമായിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോവാണ്. ബബിതക്കാണെങ്കിൽ അമലിനെ കാണാതിരിക്കാൻ വയ്യ, മിണ്ടാതിരിക്കാൻ വയ്യ, വല്ലാത്തൊരു അവസ്ഥയിൽ കേട്ടോ. അങ്ങനെ ബബിത കുറെ പ്രാവശ്യം അമലിനെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും അമല് ഫോൺ എടുക്കുന്നില്ല. ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബബിത നേരെ കോളേജിലേക്ക് പോവാണ്. അപ്പൊ ബബിതയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, അവനിപ്പോ വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും തന്നെ ബബിത വിശ്വസിക്കുന്നില്ല. ഇല്ല, അവനൊരിക്കലും എന്നെ ചതിക്കാൻ സാധിക്കില്ല എന്നാണ് ബബിത പറയുന്നത്. കൂട്ടുകാർ പറയുന്നുണ്ട്, അല്ല നിനക്ക് അത്രയ്ക്കും അവന് വിശ്വാസമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ ഒരു കോഫി ഷോപ്പ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് പോയി നോക്ക്. ഈ സമയത്ത് അവൻ അവളെയും കൂട്ടിക്കൊണ്ട് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാറാ പതിവ്. ഇതേക്കുന്ന ബബിത ആകെ ഷോക്കായിട്ട് നേരെ പോവാട്ടോ. കൂട്ടുകാരി പറഞ്ഞത് ശരി തന്നെയാണ്. അവിടെ അമലെ വേറെ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇപ്പോ ചുറ്റിക്കറങ്ങി നടക്കാണ്. കാണാൻ തന്നെക്കാളും കൊള്ളാം. അതുകൊണ്ട് തന്നെ ബബിതക്ക് ആകെ പ്രാന്ത് പിടിക്കാട്ടോ. അവിടെ വെച്ചിട്ട് തന്നെ ബബിത അവരെ കാണാതെ ഫോൺ വിളിക്കാണ് അമലിന്. അമല് ഓ നാശം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഇപ്പത്തെ ഗേൾ ഫ്രണ്ട് അമലിനോട് ചോദിക്കേണ്ട, ആരാ വിളിക്കുന്നത് ഒന്നും പറയണ്ട, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തി എന്റെ പുറകെ നടക്കാണ്. പലവട്ടം ഞാൻ പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമേ അല്ലെന്ന്. ജാതി തന്നെ വേറെയാണെന്നേ. പിന്നെ ഞാൻ അവളെ ഇങ്ങനെ ഇഷ്ടപ്പെടും, പിന്നെ നമുക്കൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വേണ്ടേ? എനിക്ക് അവളെ കാണുന്നതേ വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമല ആ ഫോൺ നമ്പർ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബബിതനെ വല്ലാത്ത വിഷമമാക്കാട്ടോ. ബബിത നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ കയറിയിട്ട് അടച്ചുകൂട്ടിരുന്ന് പൊട്ടിക്കരയാണ് ബബിത. കൃഷ്ണജ വരുന്നുണ്ട്. ചേച്ചി വാതിൽ തുറക്ക്, എന്താണ് നിനക്ക് വേണ്ടത്? ചേച്ചി എന്താ ഇങ്ങനെ? ഇത്രയും ദിവസം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അലിനിച്ചിട്ട് പോയപ്പോഴേക്കും ചേച്ചി പഴയ പോലെ ആയോ? എന്നോട് ആരും മിണ്ടണ്ട, എനിക്ക് തലക്ക് വട്ടുപിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബബിത ആകെ ഇങ്ങനെ പ്രാന്ത് പിടിച്ചിട്ട് മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ. ബബിത തന്റെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അമലിന്റെ കൂടെ കറങ്ങാൻ പോയതും അമലിന്റെ കൂടെ ഹോട്ടലിൽ പോയതും കിടന്നു കൊടുത്തതും അങ്ങനെ അത്രമാത്രം വൃത്തികേട് ബബിത ചെയ്തിട്ടുണ്ടല്ലോ. ഈ പ്രായത്തിൽ എന്തൊക്കെ വൃത്തികേടാണ് ആ ബബിത കാണിച്ചു കൂട്ടിയത്. അതൊക്കെ കാണിച്ച് ബബിതക്ക് ഒരു കുറ്റബോധം തന്നെ വരെയാണ്. തനിക്ക് ഇതൊക്കെ നമ്മുടെ അലീന ചേച്ചി തുറന്ന് പറഞ്ഞാലോ എന്ന് ബബിത വിചാരിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട, അലീന ചേച്ചിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. മാത്രമല്ല താൻ എങ്ങനെ പറയും ഇയാളുടെ കൂടെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അലീന നമ്മുടെ ബബിത അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. മിനിയെങ്ങാനും മനുവേട്ടനെങ്ങാനും അലീന ചേച്ചി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവോ? എന്തായാലും താനായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞ പ്രാന്ത് പിടിച്ചു ബബിത ഒരു സൂയിസൈഡിന്റെ വക്കത്ത് നിൽക്കാണ്. ആ സമയത്താണ് ആരോ കോണിംഗ് ബെല്ല് അടിക്കുന്ന ഒച്ച നമ്മുടെ കൃഷ്ണമോള് കേൾക്കുന്നുണ്ടോ. ഇത് കേൾക്കുന്ന കൃഷ്ണമോള് വേഗം തന്നെ വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അത് നമ്മുടെ ബാലചന്ദ്രനാണ്. കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് കുടിച്ചിട്ട് നടക്കാൻ പോലും വയ്യ. കാലം അങ്ങോട്ട് വെക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല, എല്ലാം തെന്റിക്കുലഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ബാലചന്ദ്രൻ കേട്ടോ. കാണുമ്പോ കൃഷ്ണമോൾക്ക് ആകെ വിഷമമാണ്. അച്ഛ
അച്ഛനത് ഇങ്ങനെ എന്താ മോളെ അച്ഛനിങ്ങനെ കുറെ നാളായി ഇങ്ങനെ കുടിക്കാറുണ്ടായില്ലോ, പിന്നെ എന്താ അച്ഛൻ കുടിക്കുന്നത്? ഡോക്ടർ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ അച്ഛാ കുടിക്കരുതെന്ന്? ഡോക്ടർ എന്തുകൊണ്ട് അച്ഛനോട് അങ്ങനെ കുടിക്കരുതെന്ന് പറഞ്ഞത്? മോള് പറ. അത് അച്ഛൻ ഇനി ഒരുപാട് നാൾ ജീവിക്കണ്ടേ അച്ഛാ, അതിനെ കുടിക്കാൻ പാടില്ല അച്ഛാ, കുടിച്ച അസുഖം വരുമോ അച്ഛാ, അച്ഛനെ കരളിലെ പ്രശ്നമുള്ളതല്ലേ അച്ഛാ, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതല്ലേ അച്ഛാ, ഇനി കുടിക്കല്ലേ അച്ഛാ? എടി ഞാൻ കുടിച്ചത് എന്തിനാന്ന് നിനക്ക് അറിയാവോ? ഞാൻ പോണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. ദേ നീയും ബബിതയും റോഹിമോനും ഒന്നും വിഷമിക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് സമയത്തിന് വന്നു ചേരും. അച്ഛനില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലടി. എന്തായാലും അലീന പോകുന്നതിന് മുമ്പ് നിങ്ങളെ 3 പേര് നല്ല മിടുക്കൻ കുട്ടികളാക്കിയിട്ട് എന്റെ കൈ തന്നു. അതിനെനിക്ക് അവളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ എന്റെ ജീവിതം തകർന്നു മോളെ, എന്റെ ജീവിതം തകർത്തു. ദേ ഈ നിക്കണവള് എന്ന് പറഞ്ഞിട്ട് വൈജയന്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവളാണ് എന്റെ ജീവിതം തകർത്തത്. അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതി. ചെറുപ്പകാലത്ത് മനസ്സിൽ പറ്റിക്കൂടിയ ഒരു പ്രണയമായിരുന്നു വൈജയന്തി. അവളെ സ്വന്തമാക്കണമെന്നുള്ള വാശിയായിരുന്നു. ആ വാശിപ്പുറത്ത് ഞാൻ എൻ്റെ അടുത്തുള്ളവരൊന്നും കണ്ടില്ല. അടുത്തുള്ള സ്നേഹവും ബന്ധങ്ങളും ഒന്നും തന്നെ കണ്ടില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ വൈജയന്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പലരുടെയും സ്നേഹം മറന്നു വൈജയന്തിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ നടന്നു. അവസാനം ഗൾഫിലേക്ക് പോയി പണക്കാരനായി ലക്ഷപ്രഭുവായി തിരിച്ചു വന്നു. മോളെ കെട്ടിച്ചു തരാവുന്ന ഇവളുടെ തന്തടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഉടനെ ഇവളുടെ തന്ത സമ്മതിച്ചു. അന്ന് എനിക്കറിയില്ലായിരുന്നു അതിലൊരു ചതി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് പോവാണ്. അപ്പൊ വൈജയന്തിക്ക് ഇങ്ങനെ ഷോക്ക് ആവണ്ടി. ബാലചന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്ത് ചതിയുടെ കാര്യം ഉദ്ദേശിച്ചത്? ഇനി താൻ മുമ്പ് ഗർഭിണിയായതും പ്രസവിച്ച കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഒരു പേടി വൈജയന്തിന്റെ മുഖത്ത് അപ്പൊ തന്നെ വരുന്നുണ്ട് കേട്ടോ. കൃഷ്ണജ വേഗം തന്നെ ബാലചന്ദ്രനെ പിടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടേ കിടത്താണ്. നിലത്തേക്ക് വരുന്നുണ്ട്. അമ്മക്ക് സമാധാനായാലോ, തൃപ്തിയായാലോ? അച്ഛൻ ഈ കോലത്തിലാക്കിയപ്പോ എന്തിനാമേ അമ്മക്ക് അച്ഛനെ പോലത്തെ ഒരാളെ കിട്ടിയത്? ഭാഗ്യം ചെയ്യണം, പുണ്യം ചെയ്തിട്ട് അച്ഛനെ പോലത്തെ ഒരാളെ കിട്ടിയത്. എന്നിട്ട് അതും പോയി തട്ടിക്കളയാനായിട്ട് നമുക്ക് എങ്ങനെ തോന്നണമേ ഒരാളിങ്ങനെ വേദനിപ്പിക്കാനായിട്ട്? കഷ്ടം തന്നെ, നിങ്ങളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ബബിതയാണെങ്കിൽ ആകെ വിഷമത്തിലാട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറെ പ്രാവശ്യം ഫോൺ എടുക്കുന്നുണ്ട്, അലിനെ വിളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ഇല്ല എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ബബിത ആകെ വിഷമത്തിലാണ്. പക്ഷെ ബബിതയുടെ വിഷമം എങ്ങനെയൊക്കെയോ നമ്മുടെ അലീനെ അറിയുന്നുണ്ട്. തന്റെ അനിയത്തിമാര് സേഫ് ആയിരിക്കോ, തന്റെ അനിയത്തിമാര് ഓക്കെ ആയിരിക്കോ എന്നൊക്കെ ഒരു തോന്നൽ അലീനക്ക് വരുവാണ്. അലീന അപ്പൊ തന്നെ ബബിതനെ വിളിക്കുന്നുണ്ടെങ്കിലും ബബിത ഫോൺ എടുക്കുന്നില്ല. ബബിത ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവൾക്ക് ഇത് എന്ത് പറ്റി? കൃഷ്ണമോളെ വിളിക്കുമ്പോൾ കൃഷ്ണമോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ ബാലചന്ദ്രന്റെ ഫോണിൽ വിളിക്കുമ്പോൾ ബാലചന്ദ്രന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. റോഹിയുടെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും അവനും എടുക്കുന്നില്ല. അവിടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊരു ടെൻഷനാണ് നമ്മുടെ അലീനക്ക് ഇപ്പോഴുള്ള കേട്ടോ. അപ്പൊ അങ്ങനെ ഭാഗങ്ങളാണ് നമ്മൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. നമ്മുടെ ബബിതക്ക് നല്ലൊരു ഇടിവെട്ട് പണിയാണ് ഇനി കിട്ടാൻ വേണ്ടി പോണത് കേട്ടോ. അത് ബബിത ഇനിയിപ്പോ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിൽ അമല് തേച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ബബിത ഒരു പ്രാന്തീനെ പോലെയൊക്കെ ആകും. എന്നിട്ട് ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന വീക്കെൻഡ് പ്രൊമോയിലും കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.